ഏതായാലും നമ്മളെ നൗഷാദ് മോന്റെ കഥ ഒന്ന് കേൾക്കാൻ നമുക്ക് കുറച്ച് വിട്ടുനിന്നെങ്കിലും ഗുരുവിനെ ധിക്കരിച്ച് പണം മോഹിച്ച് ആ പരിപാടിയിൽ പങ്കെടുത്ത് എളിമ്പ്യനായത് നീ ഓർക്കുന്നുണ്ടോ? ആ മഹാന്റെ മനസ്സിനെ വേദനിപ്പിച്ചത് തന്നെയാണ് നിന്റെ പരാജയ കാരണമെന്ന് ഞങ്ങൾ ഒന്നുകൂടി വിലയിരുത്തുന്നു. വീട്ടിൽ നിന്ന് മദ്രസയിലേക്കും മദ്രസയിൽ നിന്ന് വീട്ടിലേക്കും എന്ന രൂപത്തിൽ ഒതുങ്ങിക്കൂടിയ നിന്നെ ഈ രൂപത്തിലാക്കിയതും പ്രചോദനം നൽകിയതും ആരായിരുന്നു? ഏറ്റവും കൂടുതൽ സൗകര്യം നൽകുകയും പ്രചോദനം നൽകുകയും ചെയ്യുന്നത് നമ്മുടെ മുൻഗണന ഉണ്മയാണ്. മാത്രമല്ല നമ്മുടെ ഈ ചെറിയ അനുഭവത്തിൽ തന്നെ നമ്മുടെ പണ്ഡിതന്മാർ അതിന് നൽകിയ പ്രചോദനം എന്ന് നമുക്ക് എടുത്തു പറയേണ്ടതുണ്ട്. ഈ സാത്വികരായ പണ്ഡിതരും സംഘടനയും നിന്നെ വളർത്തി വലുതാക്കി നിന്റെ പുര നിറഞ്ഞു കിടന്നിരുന്ന 6 സഹോദരിമാരെ അന്തസ്സോടെ കെട്ടിച്ചയക്കാൻ സഹായിച്ചത് ആരായിരുന്നെന്ന് നീ ഓർക്കുന്നുണ്ടോ? സംഘടനയോട് നീ ചെയ്ത ധിക്കാരങ്ങൾ നീ മറന്നാലും സുന്നി സമൂഹം മറക്കുമെന്ന് കരുതണ്ട. രാമന്തളി കുത്തിവെച്ച സംഘടനാ വിരോധത്തിന്റെ ഫലത്തിൽ ഗുരുതരമായ സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തി ഊരുചുറ്റിയ നിനക്കെതിരെ നടപടിയെടുത്തത് ഇന്ന് നീ വളച്ചൊടിച്ച് അവതരിപ്പിക്കുന്നു. എന്നാൽ നിന്റെ നാവിൽ നിന്ന് തന്നെ അള്ളാഹു അത് പുറത്തു കൊണ്ടുവന്നു. വ്യക്തമായി പറഞ്ഞാൽ സംഘടനയുടെ ഭാഗത്ത് നിന്ന് ഈ നടപടിയുടെ പേരിലോ മറ്റോ ഒരു വീഴ്ചയൊന്നും സംഭവിച്ചിട്ടില്ല. നമ്മുടെ ഭാഗത്ത് നിന്നാണ് അത്തരം കാര്യങ്ങൾ സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സംഘടന ഈ വിഷയത്തിൽ എടുത്ത നടപടി നമ്മൾ അംഗീകരിക്കുകയും അതിന്റെ പേരിൽ വന്ന വിഷമങ്ങൾക്ക് മാപ്പ് പറയുകയും ചെയ്യുന്നു എന്ന വസ്തുത പ്രഖ്യാപിക്കാനും പൊതുസമൂഹത്തെ വിശിഷ്യ നമ്മുടെ സുന്നി സുഹൃത്തുക്കളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചത്. അതെ, നിനക്ക് തന്നെയാണ് തെറ്റുപറ്റിയത്. ഗുരുനിന്ദയും കിബറും അഹങ്കാരവും പണമോഹവും നിന്നെ കൊണ്ടെത്തിച്ചത് ഇവിടെയായിരുന്നു. ഓർക്കുന്നുണ്ടോ ഈ രംഗം? ചേളാരി ചന്തയിൽ പോയി നീ ഈ ഓക്കാനിച്ചു നിന്നത് ആർക്ക് വേണ്ടിയായിരുന്നു? നാടുനീളെ പ്രസംഗിച്ച് തെറി വിളിച്ച ചെറുശ്ശേരിയുടെയും അമ്പലക്കടവിന്റെയും മുന്നിൽ അടിമപ്പെണ്ണിനെ പോലെ ഇരിക്കേണ്ട ഗതി വന്നത് നീ മറന്നുപോയോ? അന്ന് പറഞ്ഞ ചില വാക്കുകൾ നിന്നെ ഞങ്ങൾ ഓർമ്മിപ്പിക്കുകയാണ്. നമ്മൾ പഠിച്ച ഒരുപാട് പാഠങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടിയ പാഠം, ആദർശ രംഗത്ത് മുന്നോട്ട് പോകണമെങ്കിൽ തീർച്ചയായും സമസ്തയുടെ പാതയിലേക്ക് കടന്നു വന്ന് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, ഇന്ന് വന്യരായ കോയക്കുട്ടി ഉസ്താദും വന്യരായ സൈനുൽ ഉലമ ചെറുശ്ശേരി ഉസ്താദും അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ, നമ്മുടെ നേതാക്കളുടെ പിന്നിൽ നിന്നുകൊണ്ട് മുന്നോട്ട് ഗമിച്ചാലല്ലാതെ ആദർശ രംഗത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്ന വലിയ ഒരു യാഥാർത്ഥ്യം അവിടെ നമ്മൾ മനസ്സിലാക്കുകയാണ്. ഇന്ന് കാന്തപുരം ഉസ്താദിനെ വാനോളം പുകയത്തുന്ന നീ ഉസ്താദ് കള്ളനാണെന്ന് സമർത്ഥിച്ചത് ഇങ്ങനെയായിരുന്നു. വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ വിശ്വസിക്കാന്നാണല്ലോ പറഞ്ഞത്. വിശ്വസിക്കാൻ പറ്റിയ ആൾക്ക് കിട്ടിയാൽ എന്ന് പറഞ്ഞാൽ തന്നെ സംഗതി കഴിഞ്ഞ്. കാരണം എന്താണ്? ഇപ്പോ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി പറഞ്ഞല്ലോ, ഞങ്ങൾ അങ്ങേക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്, അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്നൊക്കെ പറഞ്ഞല്ലോ. അങ്ങേക്കൊന്നും സംഭവിക്കൂല എന്ന് പറയുമ്പോ തന്നെ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളൊരു ധ്വനി അതിലുണ്ട്. അതവിടെ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വരുന്നത്, നിങ്ങൾ നോക്ക്, ഇപ്പോ കളവുകളുടെയും അതുപോലെ പല രൂപത്തിലുള്ള നുണകൾ മാത്രം പറഞ്ഞ് പരിചയമുണ്ട് എന്ന് നമ്മൾ അനുഭവിക്കുന്ന ഒരു സംഗതി മൂപ്പര് വന്ന് പറയുമ്പോൾ പിന്നെ നമ്മളതിനെ അംഗീകരിക്കണം എന്ന് പറഞ്ഞാൽ ഒരു SKSF-കാരൻ അത് വെച്ച് അത് അംഗീകരിക്കുന്നില്ല എന്ന് പറയുമ്പോൾ പിന്നെ ഇവരെ കുറ്റം പറയാൻ പറ്റുമോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഞാനൊരു ദിവസം ഈ വിവാദം നടന്നതിന് ശേഷം എന്നോട് പറഞ്ഞു, ഒരു ദിവസം രാമന്തളിയെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഹസൻ സക്കാഫിക്കറിയാ കാന്തപുരവും രാമന്തളിയും തമ്മിലുള്ള ബന്ധം എന്താണ് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ അന്ന് ഇപ്പൊ പുതിയ ഒരാൾ പറഞ്ഞു, നൂറിനെ സംബന്ധിച്ച് പറഞ്ഞില്ലേ, കുറ്റിപ്പുറം അറിയില്ല എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറയുന്നത്, ഇത് വളരെ വിശദമായി നമ്മൾ പഠനം നടത്തുമ്പോൾ സമസ്തയുടെ നിലപാടിലേക്ക് ആളുകൾ എത്തിപ്പോവുകയാണ്. ഇനി പറയുന്ന ഭാഗമാണ് ശ്രദ്ധിക്കേണ്ടത്. നോട്ടീസ് അടിക്കുകയോ പ്രചാരണം നടത്തുകയോ ചെയ്തിട്ടില്ല. ഒരു കൂട്ടർ തിരികേശത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ മറുപടി പറയാൻ ഞങ്ങൾ നിർബന്ധിതരായതാണ്. അതായത് തിരികേശം വെച്ച് ഞങ്ങൾ നോട്ടീസ് അടിച്ചിട്ടില്ല, പ്രചരണം നടത്തിയിട്ടില്ല എന്നാണ്. സിറാജിൽ വലുതാക്കി കൊടുത്തിട്ടുണ്ടാവുള്ളൂ, നോട്ടീസ് ഉണ്ടാവില്ല. അപ്പൊ ഇതിന്റെ പേരിൽ ഒരു പ്രചരണവും നടത്തിയിട്ടില്ലെന്നാണ് ഏറ്റവും ലേറ്റസ്റ്റ് കാര്യത്തിൽ പോലും പറയുന്നത്. എന്ന് മാത്രമല്ല, പിന്നെ പറയാണ്, തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവ് ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല, പള്ളി ഉണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല. അപ്പോ ഈ പത്രക്കാരന്റെ ചോദ്യം, തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? അപ്പൊ മറുപടി,
അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതുമുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം, അത് ഉറപ്പില്ല. നിങ്ങൾ വെച്ച് നോക്ക്. എന്നാ പിന്നെ ആ മർക്കസിലെ ഒരു പള്ളി മസ്ജിദുൽ ഹാമിലി അവിടെ വെച്ചാൽ പോരേത്? അപ്പൊ ഈ വിഷയം വളരെ കൃത്യമായി ഞാൻ പറയുന്നു. കാന്തപുരം ഉസ്താദ് ആളെ ഒതുക്കുന്നത് എങ്ങനെയാണെന്നാ അന്ന് നീ പറഞ്ഞത്? മനസ്സിലാക്കണം. ഇന്ന് AP വിഭാഗത്തിലെ 75% ആളുകളും ഇത് മനസ്സിലാക്കിയവരാണ്. പിന്നെന്തോ പുറത്തു പറയാത്തത്? അത് ഓരോ കാരണങ്ങൾ നേരത്തെ മൂപ്പരുണ്ടാക്കി കൊടുത്തിട്ടുണ്ടാവും. അതുണ്ടാവും. ഒന്നുകിൽ എന്തെങ്കിലും ഒരു സ്ഥാപനമോ, അല്ലെങ്കിൽ അതിന്റെ സെക്രട്ടറി, അല്ലെങ്കിൽ ഇതിന്റെ പ്രസിഡന്റ്, അങ്ങനെ എന്തെങ്കിലും ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഓഫർ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ഒരിക്കലും പറയാൻ പറ്റൂല. ആസനി എനിക്ക് പറയാൻ താല്പര്യമുണ്ട്, എനിക്കിത് മനസ്സിലായിട്ടുണ്ട്, ബോധ്യപ്പെട്ടിട്ടുണ്ട്, പക്ഷെ എന്താ ഈ നമ്മളെ സ്ഥാപനം അല്ലെങ്കിൽ നമ്മളത് അന്ന് മാതൃഭൂമി വായിച്ച് നീ തെളിയിച്ചത് ഓർക്കുന്നുണ്ടോ ആവോ? തിരികേശത്തിന്റെ പേരിൽ ഒരു പിരിവ് ഞങ്ങൾ നടത്തിയിട്ടില്ല. പള്ളി ഉണ്ടാക്കാൻ ഇതിന്റെ ഒന്നും ആവശ്യമില്ല. പള്ളി ഉണ്ടാക്കാൻ അതിന്റെ ആവശ്യമില്ല. അപ്പോ ഈ പത്രക്കാരന്റെ ചോദ്യം, തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? തിരികേശ പള്ളി എന്ന ഒരു ആശയം ഇല്ലെന്നാണോ? അപ്പൊ മറുപടി, അങ്ങനെ ഒരു പള്ളിയില്ല. പള്ളികൾ പലതുമുണ്ടാവും, അതിൽ ഏതെങ്കിലും ഒന്നിൽ തിരികേശം സൂക്ഷിച്ചു എന്ന് വരാം, അത് ഉറപ്പില്ല. ഉള്ളിൽ നിഫാഖുണ്ടാകുമ്പോ ചിലതൊക്കെ അറിയാതെ പുറത്തു ചാടും. അങ്ങനെയാണ് പൂച്ച ചാക്കിൽ നിന്ന് പുറത്തു ചാടൽ. ഷേറെ മുബാറക്കിനെയും പള്ളിയെയും കുറിച്ച് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു, ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇനി എന്തെല്ലാം പറഞ്ഞു വരും. എന്നിട്ട് അതിനുവേണ്ടി കാശ് വിരിച്ച് പിന്നെ ലാസ്റ്റ് പറയും, ഞാൻ അങ്ങനെ ഒരു പള്ളി തന്നെ ഉദ്ദേശിച്ചിട്ടില്ല, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംരംഭം തന്നെ ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടില്ല എന്നിടത്തേക്ക് എത്തുമ്പോ അത് ഈ സമൂഹത്തിൽ ഉണ്ടാക്കുന്ന വലിയ ഒരു അപകടം, അല്ലെങ്കിൽ വലിയൊരു സംഭവം, അത് നമുക്ക് മനസ്സിലാക്കുന്നതിലും അപ്പുറമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആത്മീയത വെച്ചുകൊണ്ട് നടത്തുന്ന ഈ ചൂഷണത്തിനെതിരെ ഒന്നിച്ചുള്ള പോരാട്ടം നടത്തിയേ പറ്റൂ എന്ന് ഒരിക്കൽ കൂടി ഈ സമയത്ത് ഓർമ്മപ്പെടുത്തുകയാണ്. ഇതെല്ലാം പറഞ്ഞുകൂട്ടി അത് റിഹേഴ്സലായിരുന്നെന്ന് പറഞ്ഞ് നീ ഉരുളാൻ ശ്രമിച്ചു. പക്ഷേ ഞങ്ങൾ അന്നം തിന്നുന്നവരാണെന്ന് നീ ചിന്തിച്ചില്ല. അന്ന് എന്താണ് സംഭവിച്ചതെന്ന് നിന്റെ ഡ്രൈവർ തന്നെ പറയട്ടെ. നിരന്തരം പല സ്ഥലങ്ങളിലും പോയി ചർച്ച നടത്തുകയും മലപ്പുറം ജില്ലയിലെ തന്നെ പല ഭാഗങ്ങളിലും പോയി, അല്ലെങ്കിൽ മലപ്പുറത്ത് തന്നെ പല സ്ഥലങ്ങളിൽ പോയി ഓരോ നേതാക്കന്മാരുമായി ചർച്ച നടത്തുകയും ഇതിനെല്ലാം നേതൃത്വം നൽകുന്നത് അല്ലെങ്കിൽ മുൻകൈ എടുക്കുന്നത് അത് ഉസ്താദ് സ്വന്തം തന്നെയായിരുന്നു. അല്ലാതെ വേറെ ആരും ഉസ്താദിനെ നിർബന്ധിപ്പിച്ചോ അല്ലാതെ ഉസ്താദിനെ ഭീഷണിപ്പെടുത്തിയോ ഇതൊന്നും ചർച്ച ചെയ്തതായിരുന്നില്ല. എനിക്കറിയാം, ഞങ്ങൾ ചർച്ച ചെയ്യുമ്പോൾ ഉസ്താദ് പല താല്പര്യങ്ങളോടുകൂടിയായിരുന്നു ഈ ചർച്ചയെ അഭിമുഖീകരിച്ചിരുന്നത്. അല്ലാതെ മറ്റുള്ളവര് പറയടാ എന്നും പറഞ്ഞ് നിർബന്ധിപ്പിച്ച് ഭീഷണിപ്പെടുത്തി പറഞ്ഞതായിരുന്നില്ല. അന്നത്തെ നിന്റെ വിഴുപ്പലക്കൽ ഇങ്ങനെയായിരുന്നു. നമ്മൾ വിട്ടുനിന്നിട്ടുണ്ട്. ഇനി വിട്ടുനിൽക്കുന്ന ചില സന്ദർഭങ്ങളിൽ പറ്റിയിട്ടുണ്ടെങ്കിൽ അതും അബദ്ധമാണ്. അതേ സമയത്ത് ഇപ്പോൾ നമ്മൾ പൂർണ്ണമായി തീരുമാനമെടുക്കുകയും പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് സമസ്ത അത് ഈ ആശംസയെന്നല്ല, ഏത് വിഷയത്തിലാണെങ്കിലും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ നിലപാട് എന്താണോ അത് തന്നെയാണ് നമ്മുടെ നിലപാട് എന്നാണ് ഇവിടെ പ്രഖ്യാപിക്കുന്നത്. അന്ന് നിഷ്കളങ്കരായ വിശ്വാസികളെ മുന്നിലിരുത്തി നീ പറഞ്ഞത് ഇതായിരുന്നു. എങ്ങനെയാണോ നേരത്തെ ഉണ്ടായിരുന്നത് അതുപോലെ താജുൽ ഉലമയുടെയും ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദ് അവരുടെയും വിശിഷ്യ സുലൈമാൻ ഉസ്താദും പൊന്മൾ ഉസ്താദും പേരൂർ ഉസ്താദും അടക്കമുള്ള നമ്മുടെ സംഘടനകളുടെ നിർദ്ദേശമനുസരിച്ച് തന്നെ ജീവിക്കുമെന്ന് ഇവിടെ പ്രത്യേകമായി ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു. പക്ഷേ പണം കണ്ടപ്പോൾ നിന്റെ നിറം വീണ്ടും മാറി മറിഞ്ഞുകൊണ്ടേയിരുന്നു. ഗുരുനിന്നക്ക് പുറമെ നിനക്ക് വീണ്ടും പിഴച്ചു. അതെവിടെയാണെന്ന് കായക്കൊടി പറയും. കലക്കി തന്നില്ലേ? അത് കുടിക്കുന്നത് വരെ അല്ലേ? അങ്ങനെയാണ്. അതാണ് ഹാഫിലുമായുള്ള ബന്ധം. ഈ കുരുവട്ടൂരിന് വേണ്ടിയും അയാൾ തന്ന ഗാന്ധിത്തലക്ക് വേണ്ടിയും ഇന്ന് ഞങ്ങളുടെ സാത്വികരായ പണ്ഡിതരെ ജനമധ്യത്തിൽ നീ വെടിനുറുക്കുന്നു. എന്നാൽ കുരുവട്ടൂർ ശൈഖിനെ കുറിച്ച് ഒരു വേള നിന്റെ നാവ് ഇങ്ങനെ പറഞ്ഞിരുന്നു. കേരളത്തിൽ ഒരു ത്വരീഖത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാട് എന്താണോ അതാണ് നമ്മുടെ ഈ നിലപാട്. അത് ഏത് വിഷയത്തിനും അങ്ങനെയാണ്. ഇത് അവസാനം ഹാഫിലിനെ കുറിച്ചുള്ള ചർച്ച വന്നു. ആ ചർച്ചയിലും നമ്മൾ അന്നും ഇന്നും പറയുന്നൊരു പറയുന്നുണ്ട്. സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ബഹുമാനപ്പെട്ട നമ്മുടെ ഉസ്താദുമാർ അവർ എവിടെ നിൽക്കുന്നു അവിടെ തന്നെയാണ് നമ്മുടെ പോയിന്റ്. അതിന്റെ അപ്പുറം ചിന്തിക്കുന്നു എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് മോക്ഷമാണ്.
അത് ബോധ്യമാണ്. ഓ നൗഷാദ്, നീ ഇന്ന് ഉന്നയിക്കുന്ന എല്ലാ ആരോപണങ്ങൾക്കും നിന്റെ നാവുകൊണ്ട് തന്നെ അള്ളാഹു മറുപടി പറയിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ പണ്ഡിതർക്ക് ഇരട്ട മുഖമുണ്ടെന്ന് ആരോപിക്കുന്ന നിനക്ക് 1000 മുഖമുള്ളത് കൊണ്ട് ഞങ്ങളുടെ ജോലി വളരെ വളരെ എളുപ്പമായി. നിഷ്കളങ്കരായ പണ്ഡിതരുടെ സംസാരം സന്ദർഭങ്ങളിൽ നിന്ന് അടർത്തിയെടുത്ത ക്ലിപ്പുകളുടെ ഗോഡൌൺ തന്നെ നിന്റെ പക്കലുണ്ടെന്ന് നീ പറഞ്ഞ് ആഘോഷിക്കുന്നു. നിന്റെ മുനാഫിക്കിന്റെ ജോലി നീ എന്ന് തുടങ്ങിയെന്ന് ഞങ്ങൾക്കറിയാം. മറ്റൊരു ക്ലിപ്പ് വീരൻ നിന്നെക്കുറിച്ച് പറയുന്നത് കേൾക്കുമ്പോൾ കാര്യം സമൂഹത്തിന് ബോധ്യപ്പെടും. ബഹുമാനപ്പെട്ട കാന്തപുര ഉസ്താദ് തിരികേശം എന്ന് പറയുന്ന ആ മുടിയിൽ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യന് വിശ്വാസമില്ല. അദ്ദേഹം കപടനാണെന്ന് ഇൻഷാ അല്ലാഹ് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് രേഖകൾ കൊണ്ട് ഞാൻ സമർത്ഥിക്കും. പണ്ഡിതന്മാരെ തമ്മിൽ തെറ്റിക്കാൻ വേണ്ടി ഇവിടെ ഒരു ഓൺലൈനിലുള്ള ക്ലാസ് റൂമിൽ അദ്ദേഹം സംസാരിച്ചു. അദ്ദേഹത്തിന്റെ കൂടെ നിന്നിട്ട് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ കരിവാരി തേച്ച ആ പറയുന്ന രാമന്തള്ളിയെ പറ്റി ഒരു വാക്ക് ഉച്ചരിക്കാൻ ഈ മുനാഫിഖായ നൗഷാദിന് സാധിച്ചോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. ആ നൗഷാദിന് സാധിച്ചോ? ബഹുമാനപ്പെട്ട പണ്ഡിതന്മാരെ തെറ്റിക്കാൻ വേണ്ടി ഒരു ഉളുപ്പുമില്ലാതെ എന്റെ കയ്യിൽ നിന്ന് രേഖകൾ കൊണ്ടുപോയെന്നും ആ രേഖകളൊക്കെ പണ്ഡിതന്മാർക്കെതിരെ ഈ സാധുവായ ഞാനിപ്പോ നിഫാക്കുള്ള മനുഷ്യനാണല്ലേ നൗഷാദേ, ഇറങ്ങിക്കോ മോനെ. ഇത് കായക്കൊടിയില്ല, കായക്കൊടി ഇരുത്താൻ പറ്റിയേക്കാം. പക്ഷേ അള്ളാന്റെ ദീന് വെച്ചിട്ട് നീയൊക്കെ വിറ്റ് കളിക്കുന്ന കളിയുണ്ടല്ലോ, നടക്കൂലേ നീ. കാരണം ഈ നൗഷാദ് എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹം ചെയ്ത വഞ്ചന അത് നമ്മുടെ ഒരു വിഭാഗം പണ്ഡിതന്മാര് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അള്ളാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് അത് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അറിയണം, ഈ മനുഷ്യൻ പറഞ്ഞു, ഒറ്റ വാക്യം പറയാണ്, ഇയാളെ കാപട്ടത്തിന്റെ വാക്ക്. ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനെ ഇക്കഴിഞ്ഞ ഓഗസ്റ്റ് 22-ന്റെയും അതുപോലെ തന്നെ ഓഗസ്റ്റ് 27-ന്റെയും മധ്യത്തിലുള്ള, എനിക്ക് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഓഗസ്റ്റ് 26-ന് രാത്രി സിറാജുൽ ഹുദയിൽ രാത്രി 10 മണി മുതൽ പുലർച്ചെ 4:15 വരെ, 10:45 മുതൽ 4:15 വരെ ദീർഘമായ 5 മണിക്കൂർ ഞാനും പേരോട് ഉസ്താദും അടച്ചിട്ട റൂമിൽ സംസാരിച്ച രേഖകൾ എനിക്ക് വേണം എന്ന് പറഞ്ഞിട്ട് ഈ നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന മനുഷ്യൻ അദ്ദേഹത്തിന്റെ ഡ്രൈവറായ റാഫിയുടെ അടുക്കൽ റെക്കോർഡ് ചെയ്യുന്ന സാധനം കൊടുത്തയക്കുകയും എന്നെ കൊണ്ട് നിർബന്ധിപ്പിച്ചിട്ട് അത് റെക്കോർഡ് ചെയ്തിട്ട് പിറ്റേന്ന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും ഈ പറയുന്ന സാധുവായ എന്റെ വീട്ടിൽ വന്നിട്ട് കളക്ട് ചെയ്ത് കൊണ്ടുപോയ ഈ മുനാഫിക്കായ മനുഷ്യൻ ഈ പേരോട് ഉസ്താദിന്റെ റെക്കോർഡ് ഇവൻ ചെയ്തില്ലേ? മരിക്കണ്ടേ നൗഷാദേ? നിനക്കൊക്കെ മരിക്കണ്ടേ? ഖബറിലേക്ക് പോകണ്ടേ നൗഷാദേ? ഇത് പറയുന്നത് ജിഷാൻ കളവാണെങ്കിൽ ഏതായാലും ഇൻഷാ അല്ലാഹ് ഈ പറയുന്ന നൗഷാദിന് അള്ളാന്റെ ഖുർആനിൽ വിശ്വാസമില്ല എന്ന് എനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് ഞാൻ പറയുന്ന കളവാണെന്ന് നൗഷാദ് പറയും, നൗഷാദ് പറയുന്ന കളവാണെന്ന് ഞാനും പറയും. ഞാൻ തയ്യാറാണ് ഒരു പോളിഗ്രാഫ് ടെസ്റ്റിന്, ഒരു കളവ് പരിശോധന ടെസ്റ്റിന് ഈ പറയുന്ന നൗഷാദും മുഹമ്മദ് രാമന്തള്ളിയും തയ്യാറുണ്ടെങ്കിൽ ആൺകുട്ടികളാണെങ്കിൽ പുറത്തുക. ഈ രേഖകൾ മുഴുവനും SSF കൈമാറിയത് മുഹമ്മദ് രാമന്തള്ളി എന്ന് പറയുന്ന വഞ്ചകൻ ഈ പറയുന്ന നൗഷാദിന്റെ സമ്മതത്തോടു കൂടിയാണെന്ന് റബ്ബിന്റെ തൗഫീഖ് കൊണ്ട് ഞാൻ തെളിയിക്കും. തയ്യാറുണ്ടെങ്കിൽ നൗഷാദ് ഒരുങ്ങിക്കോ. അതുകൊണ്ട് ശാസ്ത്രീയപരമായ ടെസ്റ്റുകൾക്ക് തയ്യാറുണ്ടോ? വേറെ സാക്ഷികളൊന്നുമില്ലല്ലോ. അള്ളാഹ് നിങ്ങൾക്ക് വിശ്വാസമില്ല. കാരണം ഈ പറയുന്ന നൗഷാദിന്റെ ഡ്രൈവറെ വിട്ടിട്ട് റെക്കോർഡർ എന്റെ കയ്യിൽ എത്തിച്ചിട്ട് ഇത് ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിന്റെ സംസാരം നീ ചോർത്തണമെന്ന് പറഞ്ഞിട്ട് എന്നെ നിർബന്ധിപ്പിച്ച് റെക്കോർഡ് ചെയ്യിപ്പിച്ചിട്ട് ഈ വഞ്ചകനായ മനുഷ്യൻ ഇപ്പൊ പറയുന്നു പേരോട് ഉസ്താദിന്റെ അടക്കോ റെക്കോർഡ് ചെയ്തു. പിന്നെ അവന്റെ കഥ എന്താണ്? ഉളുപ്പുണ്ടോ മനുഷ്യ? നിനക്കൊക്കെ ഉളുപ്പുണ്ടോ എന്ന് ഞാൻ ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം ഒരു പണ്ഡിതൻ എന്ന് വിളിക്കാൻ ആഗ്രഹിക്കുന്നില്ല. സുന്നത്ത് ജമാഅത്തിന്റെ ഉപ്പും ചോറും തിന്നിട്ട് സുന്നത്ത് ജമാഅത്തിന്റെ വേദികൾ ഉപയോഗപ്പെടുത്തിയിട്ട് പാവപ്പെട്ട പണ്ഡിതന്മാർക്കിടയിൽ പറഞ്ഞു തീർക്കുന്ന ഒരു വിഷയം ഈ സമൂഹമത്തെ വലിച്ചിട്ട് ആളുകളെ തമ്മിലടിപ്പിച്ചിട്ട് ഈ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഈ നൗഷാദ് അഹ്സനി നടത്തിയ ഗൂഢാലോചന പറയാനുണ്ട്, ഒരുപാടുണ്ട്. ഈ കഴിഞ്ഞ റമളാനോടനുബന്ധിച്ച് ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ വീട്ടിൽ ഈ പറയുന്ന നൗഷാദ് 1.5 മണിക്കൂർ സംസാരിച്ചിട്ടുണ്ട്. അടച്ചിട്ട റൂമിൽ സംസാരിച്ചിട്ടുണ്ട്. ഞാൻ 1000 കുതിരശക്തിയോടെ പറയുന്നു, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിനെ ചതിച്ചിട്ട് നൗഷാദ് അഹ്സനി എന്ന് പറയുന്ന ഈ മനുഷ്യൻ ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദിന്റെ 1.5 മണിക്കൂർ ക്ലിപ്പ് അവിടെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. നിഷേധിക്കാൻ തയ്യാറുണ്ടോ നൗഷാദേ? ഇറങ്ങിക്കോ, നമുക്ക് ടെസ്റ്റ് നടത്താം. ഏത് ഹോസ്പിറ്റലിൽ നമുക്ക് പോവാം. വെല്ലുവിളിയാ. ധൈര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഇല്ല എന്ന് പറഞ്ഞിട്ട്
വെറുതെ മുജാഹിദീങ്ങളെ പറ്റിക്കുന്ന പോലെ അല്ലെങ്കിൽ സാധാരണക്കാരെ പറ്റിക്കുന്നത് പോലെ നിങ്ങൾ പറഞ്ഞു നടക്കണ്ട. രണ്ടും ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ തന്നെയാണ്. തലപ്പാവുധാരികൾക്ക് യോജിക്കാത്ത ജാസൂസിന്റെ പണിയെടുത്ത് എത്ര കാലം നീ മുന്നോട്ടു പോകും? പറയൂ നൗഷാദ്. രാമന്തലിക്ക് ചാനലിൽ പോകാൻ ക്ലിപ്പുകൾ ഇമെയിൽ അയച്ചത് നീ ആയിരുന്നില്ലേ? പേരോട് ഉസ്താദിന്റെ സംസാരം റെക്കോർഡ് ചെയ്യാൻ ഏൽപ്പിച്ചതും നീ ആയിരുന്നില്ലേ? പൊന്മള ഉസ്താദിനോട് പൊരുത്തം ചോദിക്കാൻ ചെന്ന് ക്ലിപ്പാക്കിയതും നീ തന്നെ ആയിരുന്നില്ലേ? നമുക്കൊരു മരണമുണ്ടെന്നും ആ മരണത്തിന് ശേഷം ഒരു ജീവിതമുണ്ടെന്നും അവിടെ പണ്ഡിതന്മാർ ഉത്തരം പറയേണ്ടി വരുമെന്നും വളരെ കൃത്യമായ ഒരു ബോധം നഷ്ടപ്പെടുമ്പോ സഹോദരങ്ങളെ, അതാണ് വലിയ ഒരു മാരക ദുരന്തമായി നമ്മൾ എണ്ണുന്നത്. ഇനി ഞങ്ങൾ ചോദിക്കുന്ന 10 ചോദ്യങ്ങൾക്ക് നീ തന്നെ ഉത്തരം പറയണം. സമൂഹം കേൾക്കട്ടെ, സമൂഹം അറിയട്ടെ. ചോദ്യം നമ്പർ 1. ഉസ്താദുമാർ നിനക്കെതിരെ എടുത്ത അച്ചടക്ക നടപടിയെക്കുറിച്ച് നീ എന്ത് പറയുന്നു? നിങ്ങളത് ചോദിച്ചതിന് നന്ദി പറയുകയാണ്. ഞാൻ വ്യക്തമാക്കുന്നു, ഞാൻ മഹസൂമല്ല. എന്റെ കയ്യിൽ തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ എന്നെ ഉപദേശിക്കേണ്ടത് എന്റെ ഉസ്താദുമാര് തന്നെയാണ്. അവർക്ക് എന്നെ ഉപദേശിക്കാം, എന്നെ അടിക്കാം, എന്നെ ശിക്ഷിക്കാം, എന്നെ പുറത്താക്കാം, എന്നെ അകത്താക്കാം. ചോദ്യം നമ്പർ 2. പൊന്മള ഉസ്താദ് ജിഷാനോട് നടത്തിയ പരാമർശങ്ങളെ കുറിച്ച് എന്ത് പറയുന്നു? ഉസ്താദ് നടത്തിയ ചില പരാമർശങ്ങൾ യഥാർത്ഥത്തിൽ ആ വിഷയം ക്ലിപ്പുകളിൽ നിന്നല്ല ഞാൻ മനസ്സിലാക്കുന്നത്. മറിച്ച് ഉസ്താദ് അങ്ങനെ ഒരു വിഷയം പറയുന്നുണ്ട് എന്ന് ജിഷാൻ പറഞ്ഞപ്പോ അവൻ മുഖേന തന്നെ ഉസ്താദിന്റെ വീട്ടിൽ പോയി നേരെ ഞാനത് ചോദിച്ചു പഠിച്ചിട്ടുണ്ട് എന്നാണ് ഉസ്താദിന് ആ വിഷയത്തിൽ പറയാനുള്ള മാനദണ്ഡം. ഉസ്താദ് അവർ പറഞ്ഞത് ജിഷാൻ എന്ന ഇവൻ പറഞ്ഞതനുസരിച്ച് അവനെ വിശ്വസിച്ചുകൊണ്ട് അവൻ വിശ്വസിക്കാൻ പറ്റിയ ഒരാളാണെന്നാണ് ഉസ്താദ് മനസ്സിലാക്കിയത്. അവൻ പറഞ്ഞതനുസരിച്ച് നോക്കുമ്പോ അയാളുടെ സ്ഥിതി ഇന്നതാണ്. യഥാർത്ഥത്തിൽ ബഹുമാനപ്പെട്ട കാന്തപുരം ഉസ്താദും മറ്റു പണ്ഡിതന്മാരും ബ്രഹ്മ ഉസ്താദും എല്ലാം ഈ ചങ്ങാതി അതിന് പറ്റാത്ത ആളാണ്. ഈ ജിഷാൻ എന്ന് പറയുന്ന ആൾ അവരുടെ വാക്ക് കേൾക്കാൻ പറ്റാത്ത ആളാണ് എന്ന് മനസ്സിലാക്കുകയും ആ വാദങ്ങളെ തള്ളിക്കളയുകയും ചെയ്തപ്പോ അതിൽ 100% നിബിധങ്ങളുടേതാണ്. എനിക്കതിൽ സംശയമില്ല. എന്റെ ഉമ്മക്ക് പോലും മരണസമയത്ത് ഞാൻ കൊടുത്തത് അതാണെന്ന് പ്രഖ്യാപിക്കുകയും ചെയ്ത സ്ഥിതിയിൽ വീണ്ടും ആ വിഷയത്തിൽ ഇടപെടുന്നത് ശരിയല്ല. അവ ചുരുക്കത്തിൽ ഞാൻ പറയുന്നത്, പൂനൂരിലും കോഴിക്കോട്ടും നടന്ന പൊന്മള ഉസ്താദിന്റെ പ്രഭാഷണത്തിൽ തീർത്ത് പറഞ്ഞിട്ടുണ്ട് ആ വിഷയം. ഒരു സംശയവും ഇല്ല, നിബിധങ്ങളുടേത് തന്നെയാണ്. ഈ ജിഷാനിന്റെ ചില പരാമർശങ്ങൾ അവനെ വിശ്വസിച്ചുകൊണ്ട് നടത്തിയ ചില വാക്കുകൾ അത് ബഹുമാനപ്പെട്ട ഉസ്താദ് അവர்கள் തന്നെ അവനെ തള്ളിക്കളയുകയും ഈ വിഷയത്തിൽ ഒരു സംശയവുമില്ല എന്ന് കൃത്യമായി വ്യക്തമാക്കിയ സ്ഥിതിക്കോ ഇനി അതിനെ സംബന്ധിച്ച് പറയുന്നത് അത് സത്യത്തോട് ഒരിക്കലും യോജിക്കുന്നതല്ല. ചോദ്യം നമ്പർ 3. ഈമാൻ കാര്യം 5 പൊന്മള ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ? വിശദീകരിക്കൂ. യഥാർത്ഥത്തിൽ ആ പറയുന്ന ആൾക്ക് തന്നെ അതിന് വിശ്വാസം ഉണ്ടാവില്ല. അത് രാമന്തരി അതൊരു ആരോപണം പറയുന്നുണ്ടെങ്കിൽ പൊന്മള ഉസ്താദ് ഈമാൻ കാര്യം 5 ആളാണ് എന്ന് അയാൾ മനസ്സിൽ വിശ്വസിക്കുന്നുണ്ടാവില്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഇസ്ലാം ഈമാൻ കാര്യം 5 പിന്നെ അയാൾക്ക് ഇസ്ലാമിൽ സ്ഥാനമല്ലല്ലോ. അപ്പൊ ഈ പറഞ്ഞത് എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം. പൊന്മള ഉസ്താദ് ഈമാൻ കാര്യം വിശദീകരിച്ച ഒരു ഹദീസിന്റെ അർത്ഥം ആ പുസ്തകത്തിൽ എഴുതിയതാണ്. ഈമാൻ കാര്യമായാലും എന്തായാലും ഹദീസുകളും ആയത്തുകളും എല്ലാം കൂടി വെച്ചിട്ടാണല്ലോ നമ്മൾ കാര്യങ്ങൾ പറയുക. ആളാണ് അല്ലെങ്കിൽ ഇസ്ലാം കാര്യം 5 ഇതൊക്കെ നമ്മുടെ ഹദീസുകളിൽ നിന്ന് പണ്ഡിതന്മാർ കണ്ടെത്തുന്നത് എല്ലാ ഹദീസുകളും നോക്കിയിട്ടാണ്. അതിന്റെ സംഗ്രഹമാണ് ഈ പറഞ്ഞത്. അതേ സമയത്ത് പൊന്മള ഉസ്താദ് ആ പുസ്തകത്തിൽ പറഞ്ഞത് ഒരു ഹദീസിന്റെ അർത്ഥമാണ്. ആ ഹദീസിൽ പറഞ്ഞ 5 കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം 6ാമത്തെ ഒന്നും ഇല്ല എന്നല്ല. ഒരു ഹദീസിന്റെ അർത്ഥം പറയുമ്പോൾ അവിടെ നമ്മളെ വകയിൽ കൂട്ടാൻ പറ്റൂലല്ലോ. അതേ അവിടെ സംഭവിച്ചിട്ടുള്ളൂ. ഉസ്താദിന്റെ ഒരു അബദ്ധമായി അതിനെ വിലയിരുത്തിയത് തെറ്റാണ്. ഹദീസിൽ അല്ലെങ്കിൽ പിന്നെ ആ തെറ്റ് ബുഖാരി അവന് തെറ്റിയെന്നോ നിബിധങ്ങൾക്ക് തെറ്റിയെന്നൊക്കെ അവർ പറയേണ്ടി വരും. കാരണം ബുഖാരിയിലുള്ള ഹദീസിൽ അതേപോലെ നിബിധങ്ങൾ പറഞ്ഞ ഹദീസിൽ 5 ഉള്ളൂ. വേറെ ഹദീസിൽ നിന്ന് കണ്ടെടുത്തതാണ് അല്ലെങ്കിൽ കിട്ടിയതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഹദീസിന്റെ അർത്ഥം പറഞ്ഞപ്പോൾ അവിടെ അതേ പറയാൻ പറ്റും. അതാണ് അവിടെ വിശദീകരിച്ചത്. ചോദ്യം നമ്പർ 4. പൊന്മള ഉസ്താദും കൊളത്തൂർ അലവി സഖാഫിയും ആദർശ രംഗത്ത് നിനക്ക് നൽകിയ ഹെൽപ്പ് എന്തായിരുന്നു? ചെറുപ്പത്തിൽ തന്നെ നമ്മൾ ഈ വിഷയമായി പഠനം നടത്തുമ്പോൾ സുന്നത്തിയമായതിന്റെ വിഷയങ്ങളിൽ പ്രത്യേകിച്ച് തപസ്സിലും ഇതെല്ലാം നമ്മൾ പഠനം നടത്തുമ്പോൾ അന്ന് ഉസ്താദിന്റെ സമീപത്ത് നിന്ന് അവിടുത്തെ പുസ്തകങ്ങളും കിതാബുകളും ആധാരമാക്കിക്കൊണ്ട് തന്നെയാണ് അന്നും ആ വിഷയത്തിൽ പഠനം നടത്തിയതും
ശേഷമുള്ള വാദപ്രതിവാദങ്ങൾക്കും നമ്മുടേതായ കാര്യങ്ങൾക്കും അന്നും ഇന്നും നമുക്ക് പ്രധാനം നൽകിയത് ഒന്നിനായ ഉസ്താദ് വളരെ പ്രത്യേകം ഞാൻ എടുത്തു പറയുന്നു. നമ്മുടെ കൂടെ നമ്മുടെ സുഹൃത്തിനെ പോലെ നടന്നിരുന്ന ഒന്നിനായ അടക്കമുള്ള നമ്മുടെ പണ്ഡിതന്മാർ. ചോദ്യം നമ്പർ 5. പേരോട് ഉസ്താദ് ജിഷാനോട് നടത്തിയ ഉപദേശത്തെക്കുറിച്ച് എന്ത് പറയുന്നു? പേരോട് ഉസ്താദ് ജിഷാനോട് ഉപദേശിച്ച ആ പ്രഭാഷണത്തിൽ അല്ലെങ്കിൽ ഉപദേശത്തിൽ അവിടെ ഞാൻ പറയാം, ജിഷാനുമായുള്ള ബന്ധം പേരോട് ഉസ്താദ് നേരത്തെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ ജിഷാനോട് ബന്ധപ്പെടുന്നത് തന്നെ പേരോട് ഉസ്താദ് എന്നോട് ഏറ്റവും സ്നേഹമുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്. അവിടെ ഞാൻ എല്ലാവരോടും പറയുന്ന ഒരു സംഗതി പലരും ചോദിക്കാറുണ്ട്, പെരുമാൾ ഉസ്താദും അല്ലെങ്കിൽ ഈ പേരോട് ഉസ്താദും ഒക്കെ എന്തിനാണ് ഈ ജിഷാൻ എന്ന ഈ വ്യക്തിയോട് ഇത്ര കൂടുതൽ സംസാരിച്ചത് അല്ലെങ്കിൽ ഇത്ര ബന്ധം സ്ഥാപിച്ചത് എന്നതിനൊരു അടിസ്ഥാന കാരണമുണ്ട്. അതെന്താണ്? ഇയാൾ പേരോട് ഉസ്താദിന്റെ വണ്ടിയിൽ തന്നെ കയറി സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങളെ പഠിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് കൂടെ വന്നത്. കേൾക്കില്ലെന്ന് എന്നെ വിളിക്കാറുണ്ട്, ഈ പറഞ്ഞ പണ്ഡിതന്മാരെല്ലാം വിളിക്കാറുണ്ട്. ആ വിളിക്കുന്നതൊന്നും ദുന്യവിയായ ഒരു ആവശ്യത്തിനോട് വിളിക്കാറില്ല. വിളിക്കുന്നത് ഇസ്തിഹാസയുടെ തെളിവ് ചോദിച്ച് അല്ലെങ്കിൽ തവസ്സുലിന്റെ തെളിവ് ചോദിച്ച് ഇങ്ങനെ പണ്ഡിതന്മാരുമായി ബന്ധം സ്ഥാപിക്കുകയും ആ ബന്ധം മുതലെടുത്തുകൊണ്ട് പിന്നീട് അവരെ വഞ്ചിക്കുകയും ചെയ്തു എന്നതാണ് അതിന്റെ ശരി. അപ്പൊ ചുരുക്കത്തിൽ ഞാൻ പറഞ്ഞു വന്നത്, ആ 4.5 മണിക്കൂറുള്ള ഉപദേശത്തിൽ വേറൊരു ഉസ്താദിനോട് ജിഷാൻ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടായിരുന്നു. ആ ചോദ്യവുമായി ബന്ധപ്പെട്ട ഒരു കുറിപ്പാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അഥവാ മുബത്തദിഈങ്ങളോടുള്ള ബന്ധം അത് അവർ ഉള്ള മജ്‌ലിസിൽ നമ്മൾ പെട്ടുപോയാൽ അവരുടെ ഉദാഹരണം എന്ന് പറയുന്നു. ഇപ്പോ മുബത്തദിഈങ്ങളിൽപ്പെട്ട ഒരാൾ ഒരു മുബത്തദിയായ മനുഷ്യൻ നമ്മളെ വിളിച്ചു, നമ്മൾ പോകാൻ പാടില്ല, നമ്മൾ നമ്മളെ വിളിക്കാനും പാടില്ല. അതേ സമയത്ത് നമ്മളൊരാൾ കല്യാണത്തിന് വിളിച്ചു, അവിടെ ഒരു ഗുജറാത്തുകാരൻ വന്നിട്ടുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ആ കല്യാണത്തിന് പോകാൻ പാടില്ല എന്ന് പറയേണ്ടതില്ല എന്ന ഒരു ചെറിയ ആശയം. അഥവാ ഗുജറാത്തുകാരന്റെ വാദം അംഗീകരിക്കുകയോ അവരെ സപ്പോർട്ട് ചെയ്യുകയോ അവന് വേണ്ടി അംഗീകാരം കൊടുക്കുകയോ ചെയ്യുന്ന രൂപത്തിൽ അത് ഉപയോഗിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് ആ ഉപദേശത്തിൽ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത്. ചോദ്യം നമ്പർ 6. നിന്റെ കളവുകൾ കേട്ട് ഈ പണ്ഡിതരെ തെറ്റിദ്ധരിച്ച് സംസാരിക്കുന്നവരോട് എന്ത് പറയാനുണ്ട്? പൊന്മള ഉസ്താദ് ധരിച്ച ഷൂവിന്റെ അടിയിലെ ചേരാകാൻ നിങ്ങൾ വളർന്നിട്ടില്ല, അത് നിങ്ങൾ പഠിച്ചില്ല, അതാ നിങ്ങൾക്ക് അപകടം പറ്റിപ്പോയത്. ചോദ്യം നമ്പർ 7. കാന്തപുരം ഉസ്താദ് നേതൃത്വം നൽകുന്ന സുന്നി സംഘടനകൾ ഇന്നും ആദർശ രംഗത്തുണ്ടോ? നമ്മൾ നടത്തിയ വാദപ്രതിവാദവും ഖണ്ഡനവും എല്ലാം SYS-ഉം SSF-ഉം നടത്തിയതാണ്. അതുകൊണ്ട് തന്നെ ആ ആദർശ ഇല്ലാത്ത ഒരു പ്രസ്ഥാനമായി SSF-നെ പരിചയപ്പെടുത്തിയത് ഒന്നുകൂടി ആവർത്തിച്ച് പറഞ്ഞാൽ ഈ ടീം അഥവാ രാമന്തരീയാകുന്ന ടീമിന്റെ അവരുടെ വാക്കുകളിൽ നിന്നും നമ്മൾ അബദ്ധത്തിൽ മനസ്സിലാക്കിയ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. യഥാർത്ഥത്തിൽ SSF-ഉം നമ്മുടെ സംഘടനയും ഒക്കെ ഇവിടെ നടത്തിയ ആദർശ പോരാട്ടം എല്ലാവർക്കും അറിയുന്നതാണ്. പാഠപുസ്തകത്തിൽ വന്ന മഹാദിസം അതുപോലെയുള്ള മുഴുവൻ സമരങ്ങൾക്കും നേതൃത്വം നൽകിയതും ഇത്തരം സംരംഭങ്ങൾക്ക് ഇപ്പോഴും നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു പ്രസ്ഥാനമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയും ആ രൂപത്തിൽ തന്നെ അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നു. ചോദ്യം നമ്പർ 8. പേരോട് ഉസ്താദ് ആദർശ രംഗത്ത് നിനക്ക് നൽകിയ ഹെൽപ്പ് എന്തായിരുന്നു? അനുവാദം നടക്കുന്ന സമയത്തും ഓട്ടക്കൽ സംവാദം നടക്കുന്ന സമയത്തുമൊക്കെ സിറാജിൽ പോയി ഞങ്ങളെ വിളിച്ചുകൊണ്ടുപോയി രാത്രി മുഴുവനായി ഞങ്ങൾക്ക് വേണ്ടി ഇരുന്നുവെന്നും വിഷയത്തിന്റെ ഓരോ ഭാഗങ്ങളും പറഞ്ഞു തന്നു അത് പഠിപ്പിക്കുകയല്ല നോക്കാക്കി എന്ന് മാത്രമല്ല പലപ്പോഴും ചെറുപ്പക്കാരായ അല്ലെങ്കിൽ ചെറിയ കുട്ടികളായ ഞങ്ങൾ നടത്തുന്ന ഖണ്ഡനങ്ങൾ മനസ്സിലാക്കുകയും അത് കേൾക്കുകയും എന്നിട്ട് ഇന്ന ഭാഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട് അത് അടുത്ത പ്രസംഗത്തിൽ തിരുത്തണം എന്ന് വളരെ സ്നേഹത്തോടെ ഉപദേശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നതിലൂടെ ഞാൻ പ്രത്യേകം പറയുകയാണ്. ചോദ്യം നമ്പർ 9. ഏതൊരു വ്യക്തിയെയും പ്രസ്ഥാനത്തെയും കുറിച്ചുള്ള നമ്മുടെ തീരുമാനങ്ങൾ ആരെ അവലംബിച്ചായിരിക്കും? കേരളത്തിൽ ഒരു ത്വരീഖത്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഒരാൾ വരുമ്പോൾ ആ ആളെ സംബന്ധിച്ച് എന്താണോ നമ്മുടെ നിലപാട് എന്ന് ചോദിച്ചാൽ ആ ആളെ സംബന്ധിച്ച് നമ്മുടെ പണ്ഡിത സംഘടനയുടെ നിലപാട് എന്താണോ അതാണ് നമ്മുടെ നിലപാട്. ചോദ്യം നമ്പർ 10. താങ്കൾ ഈ പറഞ്ഞതൊക്കെ പൂർണ്ണ ബോധത്തോടെ തന്നെയാണോ
ഇവിടെ സംസാരിച്ച വിഷയങ്ങൾ മുഴുവനും പറഞ്ഞത് ആരുടെയും നിർബന്ധത്തിനോ മറ്റോ വഴങ്ങിയാണ് എന്ന് പിന്നെ ഇത് ഗൾഫിൽ ആരും പറയേണ്ടതില്ല. ഇവിടെ ആരും നിർബന്ധിച്ചോ മറ്റോ പറഞ്ഞല്ലോ, നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ബോധത്തോടെ തുറന്നു പറഞ്ഞ സംഗതികളാണ്. എല്ലാം ഇവൻ തന്നെ തുറന്നു പറഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ വിശകലനത്തിന്റെ ആവശ്യമില്ല. ഇവന്റെ എല്ലാ ആരോപണങ്ങളെയും വ്യക്തമായി പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന CD അണിയറയിൽ ഉള്ളതുകൊണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ കടക്കുന്നില്ല. ഇതെല്ലാം പറഞ്ഞുവെച്ച് കപടമുഖം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഇവൻ ഇപ്പോഴും പ്രദർശിപ്പിക്കുന്നത് ഈ ജിഷാൻ ഉണ്ടാക്കി വെച്ച ക്ലിപ്പുകൾ തന്നെയാണല്ലോ. ഇനി എന്ത് മലമറിക്കുന്ന ക്ലിപ്പുകൾ വന്നാലും സുന്നി കൈരളിക്ക് ഒരു ചുക്കും സംഭവിക്കാനില്ല. കാരണം നിർമ്മിക്കുന്നത് ഇവനാണല്ലോ. ഇനി പുത്തനത്താണിയിലെ ഒരു പരാമർശം ഇങ്ങനെ കേൾക്കാം. നിങ്ങൾ പണ്ട് കുറെ ആൾക്കാരെ ത്വരീക്കത്തെറിഞ്ഞ് മാറ്റിയിരുത്തിയല്ലോ, അതൊക്കെ ഇങ്ങനെ തന്നെയാണോ? ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പഠനത്തിന്റെ ഭാഗമായിരുന്നോ ആലുന്തറ ഷെയ്ഖിനോടുള്ള അടച്ച റൂമിലെ മണിക്കൂറുകൾ നീണ്ട സംസാരം? അതോ പട്ടിക്കാട് ത്വരീക്കത്ത് ശരിയെന്ന് പറയുന്ന കുരുവട്ടൂരിനെ വെള്ളപൂശാനോ? നിന്റെ ആദർശ ഭദ്രത എത്രത്തോളമുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. അത് കായക്കൊടി പറയും. ഓന്റെ കാര്യം ഈ വിഷയം വരുന്നത് വരെ, അതായത് ശരിക്കും ഈ വിഷയം വരുന്നത് 3000 രൂപ സമ്പാദന ശേഷമാണല്ലോ സജീവമായിട്ട് വരുന്നത്. അതുവരെ ഞാനായിട്ട് ഒരു ബന്ധമില്ലാത്തവനാണ്. 3000 രൂപ സംവാദം വരെ റോഹൻ വരെ തലശ്ശേരി ആയാലും മറ്റു സംവാദങ്ങളായാലും നിങ്ങളൊക്കെ നമ്മളോട് സംസാരിക്കുമ്പോഴും നമ്മളോട് ഒരു ബന്ധവും കാണിക്കാത്തവനാണ്. പക്ഷെ ഈ വിഷയം വന്നതിന് ശേഷം ഓന്റെ ആ ഒരു പെരുമാറ്റത്തിൽ എന്തുണ്ട് മാറ്റം ഉണ്ടായിരുന്നു. മാറ്റേണ്ടതെന്നാല് നമ്മളോട് സംസാരിക്കാനും വരെ ഏതുവരെ എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ല ചേരാമ്പ്ര സംവാദം. ചേരാമ്പ്ര സംവാദത്തില് വന്നിരുന്ന് അപ്പൊ മൂപ്പരെ കൂടെ വേറെ നമുക്ക് ഒരു പരിചയമില്ലാത്ത വേറെ 2 ആൾക്കാരല്ലേ ഇവരെ കാണാൻ. ഒന്ന് ഇവനായിരുന്നു എന്റെ ഓർമ്മ, മറ്റേ ഈക്കൊക്കെ പോയിട്ട് തിരിച്ചിങ്ങോട്ട് പോകുന്ന സുഹരി. അപ്പൊ അയാളാണെന്നാണ് ഒന്നെന്റെ ഓർമ്മ. ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുമ്പോ എഴുതാണ് വ്യവസ്ഥ എഴുതുമ്പോ അതില് പ്രമാണങ്ങൾ ഞാൻ എഴുതുമ്പോ ഞാൻ സാധാരണ നമ്മൾ എഴുതുന്നത് അങ്ങോട്ട് എഴുതി. അപ്പൊ ഒപ്പുള്ള മൂല്യം പറഞ്ഞു അങ്ങനെ അതല്ല അങ്ങനെയല്ല, അയാൾ എതിർത്ത് നമ്മള് ഏകപക്ഷീയമായി എഴുതാനെന്നുള്ള നിലക്ക്. അപ്പൊ നൗഷാദിന്റെ സംസാരം അത് അനീഫ് എഴുതിക്കോളും എന്നാണ്. മുമ്പാണെങ്കിൽ നൗഷാദ് സംസാരിക്കേണ്ട ഒരു രീതിയാണത്. നല്ല സ്നേഹത്തോടുള്ള സ്നേഹത്തോടെ കൂടെ ഉള്ള ഒരു രീതി, ആ ഒരു സൗഹാർദ്ദത്തിന്റെ രീതി കൊണ്ട് ഒരിക്കലും ഇല്ലാത്തതാണ്. അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഈ വ്യവസ്ഥ എഴുതി കഴിഞ്ഞപ്പോ ഞാൻ ഇവരോട് പറഞ്ഞു നൗഷാദ് ഒരു മിനിറ്റ് ഒന്ന് സംസാരിക്കേണ്ടതുണ്ടായിരുന്നത്. ഞാൻ പരീക്ഷിക്കാതെ തന്നെ പറഞ്ഞാണ് എന്താണ് അവന്റെ സമീപനം എന്തായിരിക്കും എന്നുള്ള പറയുക. സാധാരണ മുൻപേ കൂടി ചെയ്യാത്തവൻ ഇത് പറഞ്ഞപ്പോ എന്തായിരിക്കും എന്റെ രീതിസ് അറിയാൻ വേണ്ടിയാണ്. അപ്പൊ മുമ്പൊരു വേഗം എന്റെ ഒപ്പം വരാൻ നോക്കി. അപ്പൊ ഒപ്പമുള്ള 2 ആൾക്കാരും തന്നെ പറ്റില്ലാണ്. അവര് തടഞ്ഞു വെച്ചു നൗഷാദിന്. എന്റെ ഒപ്പം അപ്പുറത്തെ റൂമിലേക്ക് വരാൻ നോക്കി നൗഷാദ് തടഞ്ഞു വെക്കുകയായിരുന്നു. അപ്പൊ അതിനുശേഷം പിന്നെ പലപ്പോഴും വിളിക്കലുണ്ടായിരുന്നു. അപ്പൊ ശരിക്ക് ഞാൻ അങ്ങോട്ട് വിളിക്കും. ഹാഫിദിന്റെ കൂടെ കൂടിയാലും നല്ലൊരു മാറ്റമുണ്ട് ആ നിലക്ക് അല്ലേ? അതുണ്ട്. ആ സമയത്ത് മുമ്പില്ലാത്ത ഞാനിന്നാൾ ആരോടോ പറഞ്ഞു ഈ പ്രസംഗത്തില് വഹാബികൾ അങ്ങനെയാക്കണം വഹാബികൾ ഇങ്ങനെയാക്കണം എന്നൊക്കെ പറയുന്ന നൗഷാദ് ഇതിലേക്ക് വന്നതിന് ശേഷമാണ് നമ്മളോട് നല്ല സംസാരം തുടങ്ങിയത്. അതെ അതെ, മറ്റേ നമ്മളെ ഉസ്താദിന്റെ കൂടെ ആകുമ്പോ ഉള്ള ആ രീതിയല്ലാന്ന് അല്ലേ? അതെ അതെ അതെ. ആദർശരംഗത്ത് ഇത്രയും വ്യതിയാനം സംഭവിച്ച നീയാണോ പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും സുന്നി പഠിപ്പിക്കുന്നത്? സമൂഹത്തിൽ ചർച്ച ചെയ്യേണ്ടതില്ലാത്ത വിഷയങ്ങൾ വലിച്ചിഴച്ച് ചിദ്രത ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നിന്റെ ആരോപണങ്ങൾക്ക് തലയെടുപ്പുള്ള ഒരു പണ്ഡിതനും ചെവി കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് നിനക്ക് തന്നെ അറിയാമല്ലോ. വിവരമില്ലാത്ത ഇക്കൂട്ടരെ പറ്റിച്ച് എത്ര കാലം നീ മുന്നോട്ടു പോകും? ജനങ്ങളെ ആത്മീയത പറഞ്ഞ് കൊതിപ്പിക്കുന്ന നീ ആദ്യം കാവനൂർ
താനൂരും പരിസരങ്ങളിലും കൊടുക്കാനുള്ള കാശ് കൊടുത്ത് സാമ്പത്തിക ഇടപാടുകൾ ക്ലോസ് ചെയ്യുക. സാമ്പത്തികത്തിലേക്ക് ഞങ്ങളെ കൂടുതൽ വലിച്ചേക്കരുത്. പതിറ്റാണ്ടുകളായി ഞങ്ങൾക്ക് ആദർശം പഠിപ്പിച്ചു തരുന്ന വഹാബിസത്തിന്റെ മുനയൊടിച്ച ഇവരിൽ നിന്ന് കോപ്പിയടിച്ചതല്ലാത്തത് എന്താണ് നിന്റെ കയ്യിലുള്ളത്? ഇവരൊന്നും ചെയ്തതിന്റെ 10,000-1 പോലും ചെയ്യാൻ നിനക്കൊന്നും കഴിഞ്ഞിട്ടില്ല. കിതാബോധി പഠിക്കേണ്ട പ്രധാന സമയമായ ഇശാ മഗ്‌രിബിനിടയിൽ നിന്റെ ആമാശയ പ്രഭാഷണത്തിന്റെ മുൻഭാഗത്ത് തക്ബീർ പിടിക്കാനായി ഇരുത്തിയ ഈ മുതഅല്ലിമുകളുടെ ഭാവിയും റാഫിയെ പോലെയാകുമോ? കാത്തിരുന്ന് കാണാം. 4 ആളെ കണ്ടപ്പോൾ എല്ലാവരും തന്റെ ശിങ്കിടികളാണെന്ന് വിചാരിച്ച് അഹങ്കരിച്ച നൗഷാദിനെ പോലുള്ളവരുടെ പിന്നിൽ കൂടി ആഖിറം നശിപ്പിക്കാൻ നടക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചിന്തിക്കാം. ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആയിരക്കണക്കിന് ഇൽമിന്റെ അഹ്ലുകാരെ സമൂഹത്തിന് സംഭാവന ചെയ്തുകൊണ്ടിരിക്കുന്ന പൊന്മള ഉസ്താദിനെയും പേരോട് ഉസ്താദിനെയും ഈ വായാടിയുടെ വാക്കുകൾ കേട്ട് തെറി പറഞ്ഞ് വിഷം അകത്താക്കിയവർക്ക് പക്വമായി ചിന്തിച്ച് വേണ്ടത് ചെയ്യാം. പൂർണ്ണമായി സത്യമെന്ന് ബോധ്യപ്പെട്ടതേ ഇവിടെ പരാമർശിച്ചിട്ടുള്ളൂ. സ്വന്തം ഉസ്താദിനെ പോലും ധിക്കരിക്കുന്ന നൗഷാദ് ഇത് അംഗീകരിക്കുമെന്ന് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല. ബുദ്ധിയുള്ളവർക്ക് കാര്യങ്ങൾ വിലയിരുത്തി വേണ്ടത് ചെയ്യാം. ഇത് കേരളത്തിന് ഒരു പാഠമാണ്. അത്ഭുതങ്ങളുടെയും ജാടകളുടെയും പിന്നിൽ പോയി ആദർശം പണയം വെക്കാതിരിക്കുക. അത്ഭുതം കാട്ടും എല്ലാം വലിയാണെങ്കിൽ മുതുകാടിനെ വെല്ലുന്ന വലിയ കേരളത്തിൽ ആരാണുള്ളത്? സാധാരണക്കാർക്ക് ഇത് പറഞ്ഞ് ബോധ്യപ്പെടുത്തേണ്ട വിവരമുള്ളവർ ഇനിയെങ്കിലും ഇത്തരം കേന്ദ്രങ്ങളിലേക്ക് ആളുകളെ റിക്രൂട്ട് ചെയ്യാതിരിക്കുക. തെറ്റ് കണ്ട് നിങ്ങൾ പിന്മാറിയാലും അവർക്ക് ബോധ്യപ്പെടാൻ സമയമെടുക്കും. കാരണം അവർക്ക് വിവരമില്ലല്ലോ. എന്തിനും പറ്റിയ 40 ജ്ഞാനപടുക്കൾ മുന്നിലുള്ളപ്പോൾ എന്തിനു നാം മറ്റൊരാളെ തേടി പോകണം? ഫദ്ലുൽ ആലിമി അലൽ ആബിദി കഫദ്ലി അലാ അദ്നാകും എന്ന ഹദീസ് മനസ്സിലാക്കി പണ്ഡിതന്മാരുടെ പിന്നിൽ അണിചേരുക. ജാഠകളും അത്ഭുതങ്ങളുമല്ല, ഇസ്തിഖാമത്താണ് ഏറ്റവും വലിയ കറാമത്തെന്ന് വിശ്വസിക്കുകയും പഠിപ്പിക്കുകയും അനുവർത്തിക്കുകയും ചെയ്യുക. ഈ സിഡിയിൽ ഫോക്കസ് ചെയ്ത വ്യക്തികളോട് ഞങ്ങൾക്ക് ചിലത് പറയാനുണ്ട്. വന്യ ഗുരുവര്യരെ, നിങ്ങൾക്ക് 1000 കുതിരശക്തിയോടെ മുന്നോട്ട് ഗമിക്കുക. ഞങ്ങൾ ലക്ഷക്കണക്കായ പ്രവർത്തകർ സുൽത്താനുൽ ഉലമക്കും നിങ്ങൾക്കുമൊപ്പം ഇനിയും ഗോധയിലുണ്ട്. ഏതെങ്കിലും വ്യാജ ക്ലിപ്പുകളെ അവലംബിക്കുന്നവരല്ല ഞങ്ങൾ. 89 ശേഷം പലതും കേട്ടിട്ടുണ്ട്, അനുഭവിച്ചിട്ടുണ്ട്. ലക്ഷങ്ങളുടെ മയ്യത്തിൽ ചവിട്ടിയല്ലാതെ സുൽത്താനുൽ ഉലമയുടെയും നിങ്ങളുടെയും രോമത്തിൽ തൊടാൻ ഒരു കള്ളത്തൊരീക്കത്തുകാരെയും കൂലിപ്രഭാഷകരെയും ഞങ്ങൾ അനുവദിക്കുകയില്ല. സകല കള്ളന്മാരെയും കെട്ടിക്കെട്ടിക്കാൻ ഇനിയും നിങ്ങളുണ്ടാവണം. ഇൽമ് തഖ്വ ആഫിയത്തിൽ അല്ലാഹു ദീർഘായുസ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. കുരുവട്ടൂർ അബ്ദുൽ ഹക്കീം. അല്ലയോ കുരുവട്ടൂർ, ഇനി വല്ല സ്ഥലങ്ങളിലും വലിയ ചമയാൻ താങ്കൾ ഉദ്ദേശിക്കുന്നുവെങ്കിൽ പ്ലീസ് ഇത്ര വലിയ വിടലുകൾ വിടരുത്. ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് വിടുക. എങ്കിലേ ആളുകളെ കിട്ടൂ. പിന്നെ ഇത്തരം പണമോഹികളെ കൊണ്ടു നടക്കരുത്. അത് താങ്കളെ കൂടി ആളുകൾ വിലയിരുത്താൻ കാരണമാകും. 75,000 രൂപയുടെ ഐഫോണും ഹൈസ്പീഡ് നെറ്റും ഉപയോഗിച്ച് ഡിജിറ്റൽ ഷേഖ് വായുമ്പോൾ സമൂഹം ഉത്ബുദ്ധരാണെന്ന് കൂടി ചിന്തിക്കാൻ താങ്കൾ തയ്യാറാവണം. എന്നാൽ അടുത്ത സ്ഥലം നോക്കാം. നൗഷാദ് ഒതുക്കുങ്ങൽ. സാർ, പണം കിട്ടിയെന്ന് വിചാരിച്ച് ഇങ്ങനെയൊന്നും നിറം മാറരുത്. കുറച്ചൊക്കെ മാന്യത പുലർത്തണം. രോഗമുള്ളത് 4 ആൾ അറിഞ്ഞതുകൊണ്ട് വലിയ ഉപകാരമൊന്നുമില്ലല്ലോ. ഭാര്യക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നല്ല കൂലിപ്പണികൾ വേറെയുമുണ്ട്. ഏതായാലും ഷേഖിൽ നിന്ന് പരമാവധി ഊറ്റിക്കോ, അത് നഷ്ടപ്പെടുത്തണ്ട. പിന്നെ മറുപടി സിഡിയുടെ പണി പെട്ടെന്ന് തന്നെ തുടങ്ങണം. പരമാവധി വളച്ചൊടിക്കാൻ ശ്രമിക്കണം. കളവുകൾ തീരെ കുറയ്ക്കരുത്. വ്യാജ ക്ലിപ്പുകൾ ഉണ്ടാക്കാൻ ഇനിയും ആളെ ആവശ്യമുണ്ടെങ്കിൽ ജിഷാനെ വിളിക്കാം. അടുത്ത നിറം മാറ്റം കാണാൻ ഞങ്ങൾ കാത്തിരിക്കട്ടെ. ഇത്തരം വിപത്തുകളിൽ നിന്ന് അല്ലാഹു സുന്നി സമൂഹത്തെ രക്ഷിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞങ്ങൾ വിട പറയട്ടെ.